പ്രത്യേകിച്ച് നടുവേദന, കഴുത്തുവേദനയൊക്കെ ഉള്ളവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കഴപ്പ് മാതിരിയുള്ള വേദന നമ്മുടെ നടുവിനോ കഴുത്തിനോ ഒക്കെ വരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അങ്ങനെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കരുത്, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സേവനം നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് അത് വരാതിരിക്കാൻ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രയോഗങ്ങൾ നമ്മുടെ പ്രായോഗിക തലത്തിൽ എന്തെല്ലാം വരുത്താം എന്നുള്ള ഒരു അഡ്വൈസ് നമ്മൾ ഡോക്ടറുടെ നിന്ന് മേടിക്കണം. അതിന് നല്ല രീതിയിൽ ആയുർവേദത്തിന് പ്രതിവിധികളുണ്ട്. എന്തൊരു രോഗം വന്നാലും നമ്മുടെ ശരീരത്തിൽ ഒരു നീർക്കെട്ടിനെ ശരീരം തന്നെ പുറപ്പെടുവിക്കും. അപ്പോൾ ആ നീർക്കെട്ടിനെ ആദ്യം മാറ്റുകയും അതിനുശേഷം ആ മസിൽസ്, നമ്മുടെ ശരിക്കും ഈ പാരാവെർട്ടിബ്രൽ മസിൽസാണ് ഇതിന് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ആയിട്ട് വരുന്നത്. ആ പാരാവെർട്ടിബ്രൽ മസിൽസിന് ബലം കൊടുക്കുകയും ആ ബലം കൊടുത്തിട്ട് അതിന് വേണ്ട രീതിയിലുള്ളൊരു ടോണിങ്, അത് കാലങ്ങളോളം അത് നിലനിൽക്കാൻ വേണ്ട രീതിയിലുള്ള എക്സസൈസുകളും ചേർത്ത് നമുക്ക് ഈ ഇവിടെ സഞ്ജീവനത്തിൽ നമ്മൾ ഒരു ചികിത്സാ പദ്ധതി തന്നെ നമ്മൾ രൂപകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ട രീതിയിൽ ആയുർവേദ ചികിത്സ വേണ്ടി വന്നാൽ നമ്മൾ ആയുർവേദ ചികിത്സ എടുക്കണം. അത് കൂടാതെ തന്നെ നമ്മുടെ പോസ്റ്ററുകൾ നമ്മൾ കറക്റ്റ് ചെയ്യുക, പിന്നെ യോഗ, വ്യായാമം മുതലായത് നമ്മുടെ നിത്യ ജീവിതത്തിൽ അത് പകർത്തുക. ഇതൊക്കെ ആ രോഗം വരാതിരിക്കാനും വന്നാൽ അതിനെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും.